നടൻ ബാലയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് നടിയും അമൃതയുടെ പിഎയുമായ കുക്കു എന്നോളയാണ് ബാലയ്ക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ബാല അമൃതയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു എന്നാണ് കുക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കുക്കുവിൻ്റെ വീഡിയോ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുമുണ്ട്. ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുക്കു ഉന്നയിച്ചിരിക്കുന്നത്. തൻ്റെ ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും കുക്കു അതിലൂടെ പറയുന്നുണ്ട്. കുക്കുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ 4-5 വർഷമായി അമൃത സുരേഷിനൊപ്പം ഞാനുണ്ട്. അവരുടെ PA ആണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും ഞാനാണ്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല എനിക്ക്. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പക്കൽ തെളിവുകളുണ്ട്. ബാലയ്ക്കെതിരെ ആരും സംസാരിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, പേടിയാണ്. അത്ര ക്രൂരനാണ് അയാൾ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ശരിയായ ബാല. മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അയാൾ. അദ്ദേഹം നല്ല ഒന്നാന്തരം നടനാണ്. അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. വിശ്വസിക്കാൻ സാധിക്കാത്തതാണത്. നിങ്ങൾ ആരും തന്നെ വിശ്വസിക്കണമെന്നില്ല അത്. ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയുള്ള ആളാണ്. അയാളെ വിശ്വസിക്കാൻ സാധിക്കില്ല. അയാളുടെ കയ്യിൽ തോക്കുണ്ട്. മുമ്പൊരിക്കൽ അയാൾ ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾക്കെല്ലാം പേടിയാണ് അയാളെ. അതിനാൽ എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാനായില്ല. ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ? കേരളത്തിലെ എല്ലാവരെയും ഇമോഷണൽ വെച്ച് വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ. നല്ല ഭർത്താവോ അച്ഛനോ അല്ല അയാൾ. അമൃത ചേച്ചി അനുഭവിച്ചത് എനിക്കറിയാം. എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല. എവിടുന്നോ താലി കെട്ടി 6 മാസത്തിന് ശേഷമാണ് റിസപ്ഷൻ നടത്തുന്നത്. വളരെ ചെറിയ പ്രായത്തിലാണ് അമൃത ചേച്ചി വിവാഹം കഴിക്കുന്നത്. പ്രണയവിവാഹമായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ചേച്ചി ജീവിതം ആരംഭിച്ചത്. അതിനെയെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ. കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി. വീട്ടുകാരുമായുള്ള ബന്ധമില്ലാതാക്കി. തൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കാൻ വരുമ്പോൾ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ എച്ചിൽ പാത്രം കഴുകലുമായിരുന്നു ചേച്ചിയുടെ ജോലി. തിരിച്ചു ചോദിച്ചാൽ പട്ടിയെപ്പോലെ തല്ലും. മാരിറ്റൽ റേപ്പും ലൈംഗിക അതിക്രമവും ചേച്ചി അവിടെ ഒരുപാട് തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു എലിസബത്തിൻ്റെയും അനുഭവം. ഒരിക്കൽ ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നപ്പോൾ എലിസബത്ത് ചോദ്യം ചെയ്തു. ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. 12 വയസ്സുള്ള കൊച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത്? കൊച്ചിനെ കളിയാക്കി. അയാൾക്ക് വലിയൊരു PR വർക്ക് തന്നെയുണ്ട്. ഒരേപോലെയുള്ള പല അക്കൗണ്ടുകളിൽ നിന്നും കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ കാണാം. എലിസബത്തും അമൃത സുരേഷും കടന്നുപോയ വഴികൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാകില്ല. രണ്ടുപേരും ശരിക്കും ഇറങ്ങിയാൽ ബാല ജയിലിനകത്താണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് ജനങ്ങളും മനസ്സിലാക്കണം. എലിസബത്തും അമൃത സുരേഷിനും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ബാലയ്ക്ക് മാത്രമായിരിക്കും. തൻ്റെ തോക്കിലെ ഒരു ഉണ്ട അമൃതയ്ക്കുള്ളതാണെന്ന് അയാൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ അയാൾ പറ്റിക്കുകയാണ്. മലയാളികളുടെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിക്കുകയാണ്. എലിസബത്ത് പേടിച്ചിട്ടാണ് ഒന്നും പറയാതെ ഇരിക്കുന്നത്. ജീവനും കൊണ്ട് ഓടുകയായിരുന്നു എലിസബത്ത്. ബാലയ്ക്കെതിരെ എലിസബത്ത് പരാതിപ്പെട്ടപ്പോൾ അവരെ മാനസിക രോഗിയാക്കി. അമൃത ചേച്ചിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞു വരുത്തി. സ്ത്രീകളെ മാനസിക രോഗിയാക്കിയും അവരുടെ മൊറാലിറ്റിയെ തകർത്തുമാണ് ബാല ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്.